അതിനെ സ്ലോപ്പ് ആക്കി മാറ്റി. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഇതേപോലെയാണ്. എങ്ങനെയാണത് വരുന്നത് മനസ്സിലാക്കുക. അതായത് ഒരു റോഡ് ഉണ്ടാക്കുമ്പോൾ ശരിക്കും അതിന്റെ ക്രോസ് സെക്ഷൻ എടുത്ത് നോക്കിയാൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഒരു റോഡിന്റെ ക്രോസ് സെക്ഷൻ ഇങ്ങനെയാണ് ഉണ്ടാവുക. കുറച്ച് ക്ലിയർ ആയിട്ട് വരയ്ക്കാം. ഒരു റോഡിന്റെ ക്രോസ് സെക്ഷൻ ഇങ്ങനെ ഉണ്ടാവുക. ഇങ്ങനെയുള്ള റോഡ് എന്താവെന്ന് വെച്ചാൽ സൈഡിൽ എംബാക്ക്മെന്റ് ഒക്കെ വെച്ച് കെട്ടിയിട്ടാണ് നമ്മൾ ഈ റോഡ് ഉണ്ടാക്കുന്നത്. ഇങ്ങനെയാണ് ലെങ്ത് വരിക. ഇങ്ങനെയാണ് റോഡ്. അപ്പൊ ഇതിൽ കൂടെ ആയിരിക്കും നമ്മൾ വെഹിക്കിൾസ് ഒക്കെ പോവുക. അപ്പൊ ഇവിടെ സൈഡിൽ ഫുൾ എംബാക്ക്മെന്റ്. അപ്പൊ ഇതിന്റെ ഇങ്ങനെ റോഡിന്റെ വോളിയം കണ്ടുപിടിക്കാനുള്ള ഏറ്റവും എളുപ്പം മാർഗം എന്ന് വെച്ചാൽ നമ്മൾ ഈ ട്രപ്പിസോഡിന്റെ ഏരിയ കണ്ടുപിടിക്കുക. ട്രപ്പിസോഡിന്റെ ഏരിയ കണ്ടുപിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ അതിനെ ലെങ്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോഴാണ് നമുക്ക് ഈ ടോട്ടൽ റോഡിന്റെ വോളിയം കിട്ടുക. അപ്പൊ അങ്ങനത്തെ അവസരങ്ങളാണ് നമ്മൾ ശരിക്കും ഇങ്ങനത്തെ റോഡ് എസ്റ്റിമേഷൻ ഒക്കെ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട അവസ്ഥ എന്താ വെച്ചാൽ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം, ഈ റോഡിന്റെ ഏരിയ മനസ്സിലാക്കണം. അത് ഈ ട്രപ്പിസോഡിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ പി ഇൻറ്റു ഡി പ്ലസ് എസ് ടി സ്ക്വയർ എന്നാണ് വരിക. എന്തൊക്കെയാണ് ഓരോ ടേംസ് എന്ന് പറയുന്നത്? ഈ ഇക്വേഷൻ മാത്രം നിങ്ങൾ ഓർത്ത് വെക്കാം. ബി ഇൻറ്റു ഡി പ്ലസ് എസ് ടി സ്ക്വയർ. ഡി എന്ന് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ, അതായത് ഇപ്പൊ ഇതാണ് നമ്മളുടെ ട്രപ്പിസോയിഡ് എന്ന് വിചാരിക്കാം. ഡി എന്ന് പറഞ്ഞാൽ ഇതാണ് ഡി, ഇതാണ് ബി. ബി ഇൻറ്റു ഡി എന്ന് പറയുന്നത് കിട്ടും, നമ്മുടെ നടുക്കത്തെ സ്ക്വയർ കിട്ടി. പിന്നെ രണ്ട് സൈഡിലെ ട്രയാങ്കിൾ ആണ്, അതിന് എസ് ഡി സ്ക്വയർ എന്നാണ് പറയാം. അപ്പൊ ഡി എന്ന് പറഞ്ഞാൽ ഡെപ്ത് തന്നെ, എസ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സ്ലോപ്പ് ആണ്. ഇപ്പൊ 1:2 ഒക്കെ ആണെങ്കിൽ സ്ലോപ്പ് എസ് ഈക്വൽ ടു 2 ആണ്. മനസ്സിലായോ? അപ്പൊ അങ്ങനെയാണ്, അതാണ് ഈ ഇക്വേഷൻ ഓർത്ത് വെക്കുക. എന്നിട്ട് ബി എന്ന് പറഞ്ഞാല് എന്താണ്, ഇതാണ് നമ്മുടെ റോഡെങ്കിൽ ബി എന്ന് പറയുന്ന മുകളിലത്തെ വിഡ്ത്ത്, ഡി എന്ന് പറയുന്നത് നമ്മളുടെ ഡെപ്ത്, എസ് എന്ന് പറഞ്ഞ സ്ലോപ്പ്. അപ്പൊ 1:s അങ്ങനെയൊക്കെയാണ് വരിക. ഇങ്ങനെ വെച്ചാണ് നമ്മൾ ഈ റോഡിന്റെ ഈ ട്രപ്പിസോഡ് ഏരിയ കണ്ടുപിടിക്കാൻ. ഇതിനെ നമ്മൾ ലെങ്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. പക്ഷെ ഇത്ര സിമ്പിൾ ആയിരിക്കില്ല നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻസ് നോർമലി കഴിഞ്ഞ 2 കൊല്ലം നമ്മൾ കണ്ടുവന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിന്റെ നോർമൽ രീതി എന്താന്ന് വെച്ചാല്, ഇക്വേഷൻ മനസ്സിലായില്ല എങ്ങനെ വരുന്നത് എന്നുള്ള കാര്യം. ക്വസ്റ്റ്യനിൽ കഴിഞ്ഞ 2 വട്ടം ചോദിച്ചു വരുന്ന രീതി എന്താന്ന് വെച്ചാല് നോർമലി, ഇപ്പൊ ഈ മെത്തേഡിന്റെ ഒരു പേരുണ്ട്, ഇത് മിഡ് സെക്ഷൻ ഏരിയ മെത്തേഡ് എന്നാണ് പറയുന്നത്. നമ്മളൊരു റോഡ് ഉണ്ടെങ്കിൽ നമ്മൾ അതിന്റെ മിഡ് സെക്ഷൻ ഏരിയ എടുത്തിട്ട് അതിനെ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് ചെയ്യുന്നത്. അപ്പോൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ നോർമലി നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് വരാറുള്ളത് ഇതേപോലെ ആയിരിക്കും. കഴിഞ്ഞ 2 തവണ ഇതേപോലെയാണ് ക്വസ്റ്റ്യൻസ് വന്നത്. ഇവർക്കൊരു ടേബിൾ വരും. അപ്പൊ എന്താ ക്വസ്റ്റ്യൻ വെച്ചാൽ, പ്രിപ്പയർ എ ഡീറ്റെയിൽ എസ്റ്റിമേറ്റ് ഫോർ എർത്ത് വർക്ക് ഫോർ എ പോർഷൻ ഓഫ് എ റോഡ് ഫ്രം ദ ഫോളോയിങ് ഡാറ്റ. അവർ പറയുന്നത് ഓരോ 100 മീറ്ററിലും നമ്മുടെ റെഡ്യൂസ് ലെവൽ, ഗ്രൗണ്ടിന്റെ റെഡ്യൂസ് ലെവൽ അവൈലബിൾ ആണ്. അതായത് നമ്മുടെ ഗ്രൗണ്ട് അൺഈവൻ ഗ്രൗണ്ട് ആണ്. നമ്മുടെ ഗ്രൗണ്ട് അൺഈവൻ ഗ്രൗണ്ട് ആണ്. ഈ കാണുന്നതാണ് നമ്മുടെ ഗ്രൗണ്ട്. ഞാൻ ഈ കേഴ്സർ കൊണ്ടുവന്ന് കാണുന്നില്ലേ, നമ്മുടെ ഗ്രൗണ്ട് ഇങ്ങനെ അൺഈവൻ ആയിട്ടാണ്. പക്ഷെ അൺഈവൻ ആയിട്ടല്ല നമ്മൾ റോഡ് ഉണ്ടാക്കുക, നമ്മൾ ഒരേപോലെ വേണം റോഡ് ഉണ്ടാക്കാൻ. അപ്പൊ ഇതിലെ ഓരോ കാര്യങ്ങൾ പറഞ്ഞത്, അതായത് സീറോ എന്ന് പറഞ്ഞ ഇവിടെയാണ്. 0-ല് റെഡ്യൂസ് ലെവല് 114.5, പിന്നെ നെക്സ്റ്റ് 114.75, പിന്നെ 115.25, അങ്ങനെ മാറിക്കൊണ്ടിരിക്കും ഓരോ സ്ഥലം എത്തുന്നവരെ. അപ്പൊ നമ്മൾ റോഡിനകത്ത് പറഞ്ഞിരിക്കുന്നത്, പിന്നെ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഫോർമേഷൻ ആണ്. ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പോയിന്റിന്റെ അവിടുന്ന് എത്ര ഹൈറ്റിലാണ് നമ്മുടെ റോഡ് വേണ്ടത് എന്നാണ് ഫോർമേഷൻ എന്ന് പറയുന്നത്. അതായത് ഇവിടുത്തെ റെഡ്യൂസ് ലെവൽ എന്താണെന്ന് അറിയാമല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും. റെഡ്യൂസ് ലെവൽ നിങ്ങൾ സർവേയിൽ പഠിച്ചിട്ടുണ്ടാവില്ല എന്താണ് റെഡ്യൂസ് ലെവൽ എന്നുള്ള കാര്യങ്ങളൊക്കെ. റെഡ്യൂസ് ലെവൽ എന്ന് പറഞ്ഞാൽ നമ്മൾ സീ ലെവൽ നടക്കുന്ന ഹൈറ്റ് ആണ്. ഈ പോയിന്റിൽ, ഫസ്റ്റ് പോയിന്റിൽ റെഡ്യൂസ് ലെവൽ 114.5 ആണ്. പക്ഷെ അവിടുത്തെ ഫോർമേഷൻ, അതായത് റോഡ് എത്ര ഹൈറ്റിലാണ് വേണ്ടത്, മുകളിൽ കാണുന്ന റോഡ് ഈ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് പോകുന്ന റോഡ്, അവിടെ 115 ആണ് വേണ്ടത്. പിന്നെ സൈഡിലോട്ട് ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ പോകും. പിന്നെ പറയുന്ന അപ്വേർഡ് ഗ്രേഡിയന്റ്, അതായത് 1:200 ആണ് അപ്വേർഡ് ഗ്രേഡിയന്റ്. അതായത് അപ്വേർഡ് ഗ്രേഡിയന്റ് ഇങ്ങനെ പോകും, അത് 600 മീറ്റർ വരെ. നമുക്കിപ്പം തന്നിരിക്കുന്നത് ഏകദേശം 1200 മീറ്റർ, 1.2 കിലോമീറ്റർ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് തന്നിരിക്കുന്നത്, പോയിന്റുകളാണ് തന്നിട്ടുള്ളത്. അപ്പം എന്താ ചെയ്യുക, 600 മീറ്റർ വരെ ഗ്രേഡിയന്റ് 1:200 ആണ്. ഗ്രേഡിയന്റ് 1:200 ആണ്.
പിന്നെ ഡൗൺവേർഡ് ഗ്രേഡ്, ആ ഗ്രേഡ് എന്ന് പറഞ്ഞാൽ ഈ കയറ്റത്തിന്റെ ഗ്രേഡിന് 1:200, ഡൗൺവേർഡ് ഗ്രേഡ് എന്ന് പറഞ്ഞാൽ 1:400. ഇപ്പൊ ഡൗൺവേർഡ് ഗ്രേഡിലാണ് ഈ കാണിക്കുന്നത്. അപ്പൊ ഇങ്ങനെയാണ് റോഡ് വേണ്ടത്. അപ്പൊ നമ്മൾ ശരിക്കും ഈ ഫിഗർ നിങ്ങൾ വരക്കണം എന്നില്ല, കാരണം ഈ ഫിഗർ വരയ്ക്കാൻ കുറച്ച് ടൈം എടുക്കും. നിങ്ങൾ ഓരോന്നിന്റെയും വാല്യൂ ഒക്കെ ഗ്രാഫ് വെച്ചൊക്കെ കണ്ടുപിടിക്കേണ്ടി വരും, ഓരോ പോയിന്റുകളൊക്കെ. അപ്പൊ നമ്മൾ അത് നമുക്ക് വരയ്ക്കാണ്ട് നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. പിന്നെ തന്നിട്ടുള്ളത് ഫോർമേഷൻ വിഡ്ത്ത് 10 മീറ്റർ ആണ്. ഇതാണ് നമ്മുടെ ബി. ഞാൻ നേരത്തെ പറഞ്ഞ നമ്മളുടെ ബി എന്ന് പറയുന്നത് ഫോർമേഷൻ വിഡ്ത്ത് ബി 10 മീറ്റർ ആണ്. പിന്നെ സൈഡ് സ്ലോപ്പ് ബാങ്കിങ്ങില് 2:1 ആണ്. ബാങ്കിങ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും, ഇവിടെയൊക്കെ ഇതാണ് നമുക്ക് വേണ്ട റോഡിന്റെ ഹൈറ്റ് വേണ്ടത്. ഇവിടെയൊക്കെ നമ്മൾ ഫില്ലിംഗ് ആണ് നടത്തേണ്ടത്. ഇത് മണ്ണിട്ട് അവിടെ ഫില്ല് ചെയ്യണം. പക്ഷെ ഇതേ സമയത്ത് എന്താ ചെയ്യേണ്ടത്, ഇവിടെ കട്ട് ചെയ്ത് മാറ്റണം. കാര്യം ഇവിടെ നമുക്ക് റോഡ് താഴെ കൂടെയാണ് പോകുന്നത്, ഗ്രൗണ്ട് ലെവൽ. ഗ്രൗണ്ട് എവിടെയാണ് അത്രയും ഭാഗം കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ ഫില്ലിങ്ങും ഉണ്ടാവും കട്ടിങ്ങും ഉണ്ടാവും. അപ്പോൾ മനസ്സിലാക്കണം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. പറഞ്ഞിട്ടുള്ളത് ഫോർമേഷൻ വിഡ്ത്ത് 10 മീറ്റർ ഉണ്ട്. ഇതിന്റെ സൈഡ് സ്ലോപ്പ് 2:1 ആണ്. അതായത് ഫോർമേഷൻ സൈഡ് സ്ലോപ്പ്, അതായത് എവിടേക്കാണ് ഈ ഫില്ലിങ് വരുന്നത് അതിന്റെ എംബാക്ക്മെന്റിന്റെ സൈഡ് സ്ലോപ്പ് 1:2 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ എന്താണ് 1.5:1 ആണ് ഇതിന്റെ കട്ടിങ്ങിന്റെ സൈഡ് സ്ലോപ്പ്. ഇത് ശരിക്കും 1:2 എന്ന് എഴുതുന്നതിനേക്കാളും ഇപ്പം S=1 എന്നാണ് പറയാം കേട്ടോ. 1:S എന്നല്ല, S=1 എന്നാണ് പറയാം. അത് ഓർക്കുക. ബാങ്കിങ്ങിന്റെ 2:1 ആണ്, കട്ടിങ്ങിന്റെ 1.5:1 ആണ്. അതായത് ഈ ഭാഗത്തെ. ഇത് നിങ്ങൾ ലോങ്റ്റ്യൂണൽ ഗ്രേഡിയന്റ് അല്ല പറയുന്നത് കേട്ടോ. മനസ്സിലായോ എന്തൊക്കെയാണ് ക്വസ്റ്റ്യനിലെ ഐറ്റംസ് എന്ന കാര്യങ്ങൾ മനസ്സിലായോ എല്ലാവർക്കും? ക്വസ്റ്റ്യൻ എന്താന്ന് മനസ്സിലായോ അക്ഷയ്? സാറേ മനസ്സിലായി. ഓക്കെ, അതായത് നമ്മൾ ചെയ്യേണ്ട ഇത്രേ ഉള്ളൂ. നമ്മളുടെ ഇതിന്റെ എത്ര ടോട്ടൽ കട്ടിങ് വേണം, എത്ര ഫില്ലിങ് വേണം, എത്ര കട്ടിങ് വേണം എന്ന് കണ്ടുപിടിക്കുക. എത്ര ക്വാണ്ടിറ്റി ഓഫ് സോയിൽ കട്ട് ചെയ്ത് മാറ്റണം, എത്ര ക്വാണ്ടിറ്റി ഓഫ് സോയിൽ ഫില്ല് ചെയ്യണം, അതാണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ ഫിഗർ ഒന്ന് വരയ്ക്കാൻ നിൽക്കണ്ട. ഈ ഫിഗർ വരച്ചിട്ട് ചെയ്യുന്ന വെച്ചാൽ കുറച്ച് ഗ്രാഫിക്കലി ചെയ്യുന്നതാണ്. ഇത് നമുക്ക് ബേസിക്കലി ഗ്രാഫിക്കലി ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് ആ ഗ്രാഫ് കണ്ടുപിടിച്ചാൽ നമുക്ക് എന്റെ ഏരിയ കണ്ടുപിടിക്കാൻ കഴിയും. അത്ര എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയും. പക്ഷെ ഗ്രാഫ് നമുക്ക് അവൈലബിൾ ആയിരിക്കില്ല. അപ്പം ഫിഗറിന്റെ കാര്യം നിങ്ങൾ മറക്കുക. ഇപ്പൊ നിങ്ങൾ ഏത് ക്വസ്റ്റ്യൻ ചെയ്താലും, ഇപ്പൊ ഇന്നലെ ആരോ ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്താണ് നമ്മൾ അസൈൻമെന്റ് എഴുതുമ്പോൾ 50 യൂസർ സെപ്റ്റി ടാങ്കിന്റെ ഫിഗർ വരയ്ക്കണം എന്ന്. നിങ്ങൾ ഫിഗർ ഒന്നും വരയ്ക്കാൻ നിൽക്കണ്ട. എക്സാമിനാണെങ്കിൽ പോലും ഫിഗർ ഒന്നും വരയ്ക്കാൻ നിൽക്കണ്ട. ജസ്റ്റ് ഒരു ബേസിക് ആയിട്ട് എന്തെങ്കിലും വരച്ചു വെക്കുക. അതുപോലെ ആവശ്യമില്ല, കാരണം അതല്ല നിങ്ങളുടെ എക്സ്പെക്ട് ചെയ്യുന്നത്. നിങ്ങളുടെ എസ്റ്റിമേഷൻ എക്സ്പെക്ട് ചെയ്യുന്നത്, നിങ്ങളുടെ ഫിഗർ അല്ല എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ എസ്റ്റിമേഷൻ തുടങ്ങാൻ വെറുതെ സമയം കളയരുത് ഫിഗർ വരച്ച്. അപ്പം ഇതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ തുടങ്ങുന്നത്. എങ്ങനെയാ വെച്ചാൽ ഓരോ 100 മീറ്റേഴ്സിലാണ് നമുക്ക് റെഡ്യൂസ് ലെവൽ തന്നിട്ടുള്ളത്. അപ്പൊ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഇങ്ങനെ ഒരു ടേബിൾ ഉണ്ടാക്കുക. ഇതാണ് കുറച്ചും കൂടി ഐഡിയൽ. ഇങ്ങനെ ഒരു ഫിഗറിന്റെ കാര്യം പറഞ്ഞിട്ട് ഈ ഒരു ടേബിളിലേക്ക് പോവുക. എന്നിട്ട് ഡിസ്റ്റൻസ് ഇൻ മീറ്റർ നമ്മൾ 0, 100, 200, 300, 400 അങ്ങനെ 1200 മീറ്റർ വരെ എഴുതുക അതിനകത്ത്. എന്നിട്ട് അതിനകത്ത് റെഡ്യൂസ് ലെവൽ, ഗ്രൗണ്ടിന്റെ റെഡ്യൂസ് ലെവൽ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവും. ഈ താഴത്തെ വാല്യൂ ഇല്ലേ, താഴത്തെ വാല്യൂ അതാണ് നമ്മളുടെ ഗ്രൗണ്ട് ലെവൽ റെഡ്യൂസ് ലെവൽ. അതായത് എന്താണോ കറന്റ് സിറ്റുവേഷൻ അതാണ് റെഡ്യൂസ് ലെവൽ ഓഫ് ഗ്രൗണ്ട് തന്നിട്ടുണ്ട്. അതിങ്ങനെ എഴുതുക. പിന്നെ തന്നിട്ടുള്ള റെഡ്യൂസ് ലെവൽ ഓഫ് ഫോർമേഷൻ ആണ്. റെഡ്യൂസ് ലെവൽ ഓഫ് ഫോർമേഷൻ എത്ര തന്നിരിക്കുന്നത് 115 മീറ്റർ ആണ്, 1115 മീറ്റർ ആണ്. ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഹൈറ്റ്, അതായത് എവിടെയാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് അതിന്റെ മുകളിൽ റോഡിന്റെ ഹൈറ്റ്. ചിലപ്പോൾ താഴെ ആവാം, ചിലപ്പോൾ മുകളിലും ആവാം. ഇവിടെ നമുക്ക് കട്ടിങ് ആയതുകൊണ്ട്, ഫില്ലിംഗ് ആയതുകൊണ്ടാണ് അത് മുകളിൽ വരാനുള്ള കാര്യം. അത് എഴുതുക എന്റെ മുകളിലത്തെ. അപ്പൊ നിങ്ങൾക്ക് എന്തൊക്കെയാ മനസ്സിലായല്ലോ? ഏറ്റവും താഴെ ഡിസ്റ്റൻസ് എഴുതുക, പിന്നെ അതിന്റെ മുകളിൽ എന്താ എഴുതുക, അതിന്റെ മുകളിൽ. പിന്നെ ഈ സെക്കൻഡ് ഇതില് ഗ്രൗണ്ടിന്റെ റെഡ്യൂസ് ലെവൽ എഴുതുക. അത് നമ്മുടെ ക്വസ്റ്റ്യൻ ഉണ്ടാവും, അതേപോലെ എഴുതുക. ഓരോ 100 മീറ്ററിൽ എത്രയാണ് നമ്മുടെ ഗ്രൗണ്ട് ലെവൽ. ഇത് ലോങ്റ്റ്യൂണൽ സെക്ഷൻ ആണ് കേട്ടോ പറയുന്നത്. പിന്നെ നെക്സ്റ്റ് എഴുതുന്നത് എന്താന്ന് വെച്ചാൽ ഫോർമേഷൻ എന്ന് വെച്ചാൽ നമുക്ക് തന്നിട്ടുള്ളത് ആദ്യത്തെ ഇത് മാത്രമേ തന്നിട്ടുള്ളൂ. ആദ്യത്തെ റോഡിന് വേണ്ട ഹൈറ്റ്, ആദ്യത്തെ പോയിന്റിൽ റോഡിന് വേണ്ട ഹൈറ്റ് അതും എഴുതുക. എന്നിട്ട് പിന്നെ എങ്ങനെയാണ് ഓരോ 100 മീറ്ററിലും നമുക്ക് റോഡിന് വേണ്ട ഹൈറ്റ് കണ്ടുപിടിക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കുക? നമുക്ക് ക്വസ്റ്റ്യനിൽ ഗ്രേഡിയന്റ് തന്നിട്ടുണ്ടാവും 1:200. അപ്പം 1:200 എന്ന് പറഞ്ഞാൽ എന്താ പറ്റുക? ഇതിന്റെ അർത്ഥം എന്താണ്? 1 മീറ്റർ 200 മീറ്റർ വെർട്ടിക്കൽ പോയാൽ, ഒരു ഹൊറിസോണ്ടൽ പോയാൽ 1 മീറ്റർ ആയിരിക്കും വെർട്ടിക്കൽ പോകേണ്ടത് എന്നാണ് എന്റെ അർത്ഥം. അപ്പൊ നമ്മളിവിടെ പോകുന്നത് നെക്സ്റ്റ് പോയിന്റ് 100 മീറ്റർ ആണ്. അപ്പം വെർട്ടിക്കൽ എത്ര വേണ്ടത്? 200 മീറ്റർ പോവാണെങ്കിൽ വെർട്ടിക്കൽ പോകുന്നത് 1 മീറ്റർ. അപ്പൊ 100 മീറ്റർ ആണ് നമ്മളുടെ നെക്സ്റ്റ് പോയിന്റ് എങ്കിൽ വെർട്ടിക്കൽ പോകേണ്ടത് 0.5 മീറ്റർ അല്ലേ വരിക. അപ്പൊ നമുക്ക് ഫസ്റ്റത്തെ
ഫോർമേഷൻ തന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ കൂടെ 0.5 ആഡ് ചെയ്യാം. 0.5 ആഡ് ചെയ്തു. അപ്പൊ 115.5. അത് നമ്മുടെ 100ാമത്തെ മീറ്ററിൽ 0 മീറ്ററിൽ നമ്മുടെ സ്റ്റാർട്ടിങ്ങിൽ 115 മീറ്റർ ആണ് ഫോർമേഷൻ ഹൈറ്റ് റിഡ്യൂസ് ലെവൽ. ഈ ഫോർമേഷൻ റോഡിന്റെ ഹൈറ്റ്, വേണ്ട റോഡിന്റെ ഹൈറ്റ്. അത് മാത്രമേ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളൂ. രണ്ടാമത്തെ നമ്മൾ കണ്ടുപിടിച്ചു എങ്ങനെ 100 മീറ്ററിൽ എത്ര വേണമെന്നുള്ളത് ഗ്രേഡിയന്റ് വെച്ചിട്ട്. 1:200 ആണ് 600 മീറ്റർ വരെ അപ്വേർഡ് ഗ്രേഡിയന്റ്. അപ്പം 115.5 കണ്ടുപിടിച്ചു. അപ്പൊ നെക്സ്റ്റ് 200 എത്രയാവും? ഇതേപോലെ തന്നെ 100 ആണ് ഡിഫറൻസ്. അപ്പൊ 0.5 ആഡ് ചെയ്ത് കൊടുക്കുക. 0.5 എങ്ങനെ കിട്ടിയെന്ന് അറിയാലോ. ഓരോ അപ്വേർഡ് ഗ്രേഡിയന്റ് പറഞ്ഞിരിക്കുന്നത് 200 മീറ്റർ ഹൊറിസോണ്ടൽ പോകുമ്പോൾ, ഹൊറിസോണ്ടൽ ലോങ്ങിറ്റ്യൂഡിൽ 200 മീറ്റർ പോകുമ്പോൾ വെർട്ടിക്കലി 1 മീറ്റർ പോകണം. അപ്പൊ ഓരോ 100 മീറ്റർ പോകുമ്പോഴും 0.5 മീറ്റർ വെർട്ടിക്കലി പോകണം, അപ്വേർഡ് പോകണം. അതാണ് അപ്വേർഡ് ഗ്രേഡിയന്റ് എന്ന് പറയുന്നത്. അപ്പൊ 200 മീറ്ററുള്ള 200 മീറ്ററിലുള്ള ഫോർമേഷൻ നമുക്ക് എഴുതുക. 300, 400 അങ്ങനെ പോവാം. ഇത് എവിടം വരെയാണ് ഉള്ളതെന്ന് നോക്കാം. ഇത് എവിടം വരെയാണ് ഉള്ളതെന്ന് വെച്ചാൽ 600 മീറ്റർ വരെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്വേർഡ് ഗ്രേഡിയന്റ് 1:200 അപ് ടു 600 മീറ്റർ. അപ്പൊ നമ്മൾ 600 മീറ്റർ വരെ എന്ത് ചെയ്യാം? ഇങ്ങനെ 0.5 ആഡ് ചെയ്ത് പോവാം. ഫസ്റ്റ് കിട്ടിയ ഫോർമേഷൻ റെഡ്യൂസ് ലെവൽ ഉണ്ട്. അതായത് നമ്മുടെ റോഡിന്റെ ഹൈറ്റ്, റിക്വയർഡ് ആയിട്ടുള്ള ഹൈറ്റ്, അതിന്റെ കൂടെ ഓരോ 100 മീറ്ററിലും 0.5 ആഡ് ചെയ്ത് പോയിട്ട് എന്താ വെച്ചാൽ 600 മീറ്റർ വരെ 0.5 ആഡ് ചെയ്യാം. അപ്പൊ നമുക്ക് കിട്ടുന്നത് 118 എന്നായിരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യുന്നത് വെച്ചാൽ പിന്നെ വരുന്നത് 600 മീറ്റർ കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഡൗൺവേർഡ് ഗ്രേഡിയന്റ് ആണ്. അപ് ടു 600 മീറ്റർ അപ്വേർഡ് ഗ്രേഡിയന്റും അത് കഴിഞ്ഞാൽ പിന്നെ ഡൗൺവേർഡ് ഗ്രേഡിയന്റ് ആണ്. പക്ഷെ ഗ്രേഡിയന്റ് വ്യത്യാസമാണ്. 1:400 ആണ്. അതായത് 400 മീറ്റർ പോകുമ്പോൾ മാത്രമാണ് 1 മീറ്റർ ഇതിന്റെ താഴോട്ട് പോകുള്ളൂ. അതാണ് ഡൗൺവേർഡ് ഗ്രേഡിയന്റ് എന്ന് പറയുന്നത്. അത് വ്യത്യാസമുണ്ട് ഡൗൺവേർഡ് ഗ്രേഡിയന്റ്. അപ്പൊ 600 മീറ്റർ വരെ നമ്മൾ 0.5 വരെ ആഡ് ചെയ്ത് പോയി റോഡിന്റെ ഹൈറ്റ്. 600 മീറ്റർ കഴിഞ്ഞ് എന്ത് ചെയ്യാം? 400 മീറ്ററിൽ ഹൊറിസോണ്ടൽ പോകുമ്പോൾ 1 മീറ്റർ താഴോട്ട് വെർട്ടിക്കൽ പോകുന്നതാണ് പറയുന്നത്. അപ്പം 100 മീറ്റർ പോകുമ്പോൾ 0.25 ആണ് വരിക. അപ്പൊ ഓരോ 100 മീറ്ററിനും 0.25 ഇങ്ങനെ കുറച്ച് പോവുക. 1200 മീറ്റർ എഴുതുക. പിന്നെയാണ് നമ്മുടെ റോഡിന്റെ റിക്വയർഡ് റെഡ്യൂസ് ലെവൽ എഴുതുന്നത്. ഇത് എല്ലാവർക്കും മനസ്സിലായോ? ഇതുവരെ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ ഈ കാര്യത്തിൽ? എങ്ങനെയാണ് നമ്മൾ ഈ താഴെ കാണുന്ന ടേബിൾ പോലെ എഴുതിയെന്ന് കാര്യത്തിൽ ആർക്കും ഡൗട്ട് ഉണ്ടോ? ഇതെങ്ങനെ എഴുതി തുടങ്ങിയാൽ കുറെ എഴുതാണ്ടോ? അതുകൊണ്ട് ഞാൻ എഴുതാത്തത് പറഞ്ഞു പോകുന്നത്. ആർക്കും ഡൗട്ട് ഉണ്ടോ താഴെ എങ്ങനെയാണ് നമ്മൾ റെഡ്യൂസ് ലെവൽ ഫോർമേഷനും ഗ്രൗണ്ട് ഒക്കെ എഴുതിയെന്നുള്ള കാര്യത്തിൽ? ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ മടിക്കാതെ ചോദിച്ചോ. നിങ്ങളൊന്നും വിചാരിക്കണ്ട. ആദ്യമായിട്ട് കേൾക്കുന്ന എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും. സാർ ഒന്നുകൂടി പറഞ്ഞുതരുമോ? പറഞ്ഞുതരാം. അതായത് ക്വസ്റ്റ്യൻ മനസ്സിലായോ? അത് ചോദിച്ചാൽ ഗോപിയാണോ ചോദിച്ചേ? ഓക്കെ, ക്വസ്റ്റ്യൻ മനസ്സിലായി. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എന്താന്ന് വെച്ചാല് ഓരോ 100 മീറ്ററിലെയും നമ്മളുടെ ഗ്രൗണ്ടിന്റെ ഒരു കയറ്റമാണ്. ഇതൊരു കുന്നാന്ന് വിചാരിക്കാം. ഈ കുന്നിന്റെ വലിയ കൂടെ വണ്ടി പോയിട്ട് ഇറങ്ങണം. അതാണ് നമ്മൾ റോഡ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഓരോ 100 മീറ്ററിലെയും നിലവിലുള്ള റെഡ്യൂസ് ലെവൽ എന്ന് പറഞ്ഞാൽ അറിയാലോ, വിൻഡ്ഷീൽഡ് ലെവലിലുള്ള ഹൈറ്റ് ആണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. 114 മീറ്റർ. ആദ്യത്തെ 0 മീറ്റർ നമ്മുടെ പോയിന്റ്. അതിൽ 114.5 ആണ് ഹൈറ്റ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഹൈറ്റ് 114.75 ആണ്. മൂന്നാമത്തെ പോയിന്റിൽ 115.25 ആണ്. അങ്ങനെ തന്നിട്ടുണ്ട്. 1200 മീറ്റർ വരെയുള്ള ഹൈറ്റ് തന്നിട്ടുണ്ട്. പിന്നീട് അവർ പറഞ്ഞിരിക്കുന്നത് നമ്മൾ റോഡ് അവിടെ ഉണ്ടാക്കണം എന്നാണ്. ഇപ്പൊ നിലവിൽ വെറുതെ ഒരു കുന്ന് മാത്രമേ ഉള്ളൂ. ഈ കുന്ന് ഇടിച്ച് നിരത്തുക അല്ലെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടാണ് നമ്മൾ റോഡ് ഉണ്ടാക്കേണ്ടത്. അപ്പൊ എന്ത് ചെയ്യാം? റോഡിന്റെ ഫോർമേഷൻ ഹൈറ്റ് തന്നിട്ടുണ്ടോ? ഫസ്റ്റ് റോഡിന്റെ ഫോർമേഷൻ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 115 മീറ്റർ ആണ്. ആ ഫോർമേഷൻ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എവിടത്തേന്നറിയാം? നമ്മുടെ ഫസ്റ്റ് പോയിന്റിൽ റോഡിന് വേണ്ട ഹൈറ്റ് ആണ്. മനസ്സിലായി? റെഡ്യൂസ് ലെവലാണ് 115 മീറ്റർ എന്ന് പറയുന്നത്. മനസ്സിലായി? ഇതുവരെ മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ. പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? അപ്വേർഡ് ഗ്രേഡിയന്റ്. 600 മീറ്റർ വരെ 1:200 ആണ് അപ്വേർഡ് ഗ്രേഡിയന്റ്. അതായത് നമ്മളുടെ അപ്വേർഡ് ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞാൽ കയറ്റത്തിന്റെ ഗ്രേഡിയന്റ്. നിങ്ങൾ ട്രാൻസ്പോർട്ടേഷൻ പഠിച്ചിട്ടുള്ളതല്ലേ? അതിനകത്ത് പറഞ്ഞിട്ടുണ്ടാവില്ല എന്താണ് ഗ്രേഡിയന്റ് എന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ 1:200 എന്ന് പറഞ്ഞാൽ ഓരോ 200 മീറ്റർ നമ്മൾ ഹൊറിസോണ്ടലി പോകുമ്പോഴും വെർട്ടിക്കലി ഇതിന്റെ ഹൈറ്റ് 1 മീറ്റർ കൂടും. ഇങ്ങനെയാണ് നമ്മളുടെ ഈ കയറ്റത്തിന്റെ ഗ്രേഡിയന്റ് എന്ന് പറയുന്നത്. 1:200 ആണ് 600 മീറ്റർ വരെ. അതിനുശേഷം ഡൗൺവേർഡ് ഗ്രേഡിയന്റ് ആണ്. അതിനുശേഷം ഇറക്കാണ് വരുന്നത് 1:400. അങ്ങനെയാണ് നമ്മൾ റോഡ് ഉണ്ടാക്കേണ്ടത്. ഇങ്ങനെയാണ് നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയേഴ്സ് റോഡ് പ്ലാൻ ചെയ്തിരിക്കുന്നത്.
അപ്പം ഈ റോഡ് ഇപ്പൊ പ്ലാൻ ചെയ്ത പോലെ നമ്മൾ എത്ര കട്ടിങ്ങും ഫില്ലിങ്ങും വേണമെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. പിന്നെ വേറെ ഒരു കാര്യം കൂടി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇത് ജസ്റ്റ് ലോങ്ങിറ്റ്യൂഡലാണ്, നമ്മൾ സൈഡിൽ നോക്കുമ്പോഴുള്ള കാഴ്ചയാണ്. ഇനി നമ്മൾ ഒരു അറ്റത്ത് നോക്കുമ്പോൾ എന്താ സംഭവിക്കുക, ഫോർമേഷൻ വിഡ്ത്ത് 10 മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് നിങ്ങൾ ഈ ഫോർമേഷൻ വിഡ്ത്ത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ആയിരിക്കും. നമ്മളുടെ ഫോർമേഷൻ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ റോഡെങ്കിൽ, സാധാരണ റോഡിന്റെ ക്രോസ് സെക്ഷൻ ആണ് പറയുന്നത് കേട്ടോ, ലോങ്ങിറ്റ്യൂഡിനല്ല ക്രോസ് സെക്ഷൻ. ഇതാണ് നമ്മളുടെ ഫോർമേഷൻ വിഡ്ത്ത്. മുകളിൽ ബി. സൈഡ് സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ S1 ആണ്. ഇതാണ് നമ്മുടെ സൈഡ് സ്ലോപ്പ്. അപ്പൊ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ബി എവിടെ എത്ര ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഫോർമേഷൻ വിഡ്ത്ത് 10 മീറ്റർ ആണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മളുടെ ഇവിടെ ക്വസ്റ്റ്യനിൽ ബി 10 മീറ്റർ ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ സൈഡ് സ്ലോപ്പുകൾ, അതായത് നമ്മളുടെ ഈ അപ്വേർഡ് ഗ്രേഡിന്റെ സ്ഥലങ്ങളാണ് ബാങ്കിങ് എന്ന് പറയുന്നത്. ബാങ്കിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ കെട്ടിപ്പൊക്കുക എന്നല്ല അർത്ഥം, ഈ എംബാക്ക്മെന്റ് എന്നൊക്കെ പറയില്ലേ, അപ്പൊ അതാണ് ബാങ്കിങ് പറയുന്നത്. അപ്പൊ ബാങ്കിങ്ങിന്റെ സൈഡ് സ്ലോപ്പും കട്ടിങ്ങിന്റെ സൈഡ് സ്ലോപ്പും വേറെയാണ്. അതായത് 600 മീറ്റർ വരെ പോകുമ്പോഴുള്ള സൈഡ് സ്ലോപ്പ് അല്ല ബാക്കി ശേഷം വരുന്ന സൈഡ് സ്ലോപ്പ്. അതായത് ഒരു 600 മീറ്റർ വരെ അപ്പൊ എങ്ങനെ വരയ്ക്കാം, ഇതിപ്പോ ഇങ്ങനെയാണ് വിചാരിക്കാം, ഇതിങ്ങനെ പോകുന്നു റോഡ് കേട്ടോ. ഈ സൈഡ് സ്ലോപ്പ് എന്താണ്, S=1 ആണ്. അതായത് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്, 2:1 ആണ് നമ്മുടെ സൈഡ് സ്ലോപ്പ് 600 മീറ്റർ ലെങ്ത് വരെ. അത് നമുക്ക് അപ്വേർഡ് ഗ്രേഡിയന്റ് ആണ് കേട്ടോ. അത് ഇങ്ങനെ ഡൗൺവേർഡ് ഗ്രേഡിയന്റ് വരും. ഡൗൺവേർഡ് ഗ്രേഡിയന്റിൽ വരയ്ക്കാനൊക്കെ ആണെങ്കിൽ ഡൗൺവേർഡ് ഗ്രേഡിയന്റിൽ സൈഡിൽ സ്ലോപ്പ്, സൈഡ് സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ, ഈ സാധനമാണ്. ഈ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ 1.5:1 ആണ് നമ്മളുടെ ഡൗൺവേർഡ് ഗ്രേഡിയന്റിലെ സൈഡ് സ്ലോപ്പ്. ഇതാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. ക്വസ്റ്റ്യൻ മനസ്സിലായോ വൃത്തിയായിട്ട് കോവിക്കൊക്കെ? ഓക്കെ. അപ്പൊ ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് 2 മെത്തേഡുകൾ ചെയ്യാം. ഒന്ന് ഗ്രാഫ് ഒക്കെ വരച്ച് നമുക്ക് ചെയ്യാം, പക്ഷെ നമുക്ക് പലപ്പോഴും നമുക്ക് ഗ്രാഫ് അവൈലബിൾ ആയിരിക്കില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ, ശരിക്കും ഈ ടേബിളിന്റെ പോലെ ആവശ്യമില്ല, ഡയറക്റ്റ് നമുക്ക് ടാബുലർ ഫോമിലേക്ക് ആക്കാം. പക്ഷേ ഈ ടേബിൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഐഡിയ ഉണ്ടാക്കാൻ വേണ്ടിയാണ് പറഞ്ഞു പോകുന്നത്. അപ്പൊ നമ്മൾ താഴെയും തുടങ്ങാം. തുടങ്ങുമ്പോൾ എന്താ ചെയ്യുക, ആദ്യം നമ്മളുടെ ഡിസ്റ്റൻസ് ഇൻ മീറ്റർ എഴുതുക. നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ഓരോ 100 മീറ്റേഴ്സ് ഇന്റർവെല്ലാണ് 1200 മീറ്റർ വരെയുള്ള വാല്യൂസ് തന്നിട്ടുണ്ട്. അപ്പൊ അതിങ്ങനെ ഡിസ്റ്റൻസ് താഴെ ഇങ്ങനെ എഴുതുക. പിന്നെ അതിന്റെ മുകളിൽ എന്താ എഴുതുക, റെഡ്യൂസ് ലെവൽ ഓഫ് ഗ്രൗണ്ട് എന്ന് പറഞ്ഞ് എഴുതുക. ആ ഗ്രൗണ്ടിന്റെ റെഡ്യൂസ് ലെവൽ എന്ത് വരും, നമ്മുടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന സെയിം വാല്യൂ ആണ് അല്ലെ. ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന റെഡ്യൂസ് ഗ്രൗണ്ട് ലെവലിലെ സെയിം വാല്യൂ എഴുതുക തൊട്ട് മുകളിലായിട്ട്. 114.5 അങ്ങനെ ഓരോന്നും എഴുതി പോവുക. പിന്നെ അതിന്റെ മുകളിൽ റെഡ്യൂസ് ലെവൽ ഓഫ് ഫോർമേഷൻ എഴുതാം. റെഡ്യൂസ് ലെവൽ ഓഫ് ഫോർമേഷൻ എന്ന് പറയുന്നത് നമ്മുടെ റോഡിന്റെ ഫോർമേഷന്റെ റെഡ്യൂസ് ലെവൽ, ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോയിന്റ് ആണ് നമ്മളുടെ റെഡ്യൂസ് ലെവൽ ഫോർമേഷൻ. അതായത് ഈ ഹൈറ്റുകൾ. ഇപ്പൊ നമ്മൾ ആദ്യം നമ്മൾ ക്വസ്റ്റ്യൻ എഴുതിയത് നമ്മൾ ഓരോ മീറ്റർ എഴുതി, 0 മീറ്റർ, 100 മീറ്റർ, 200, 300 അങ്ങനെ എഴുതി പോയി താഴത്തെ ലൈനിൽ. പിന്നെ അതിന്റെ മുകളിലത്തെ ഇതിൽ എഴുതിയത് ഫസ്റ്റത്തെ നമ്മളുടെ നിലവിലുള്ള ഗ്രൗണ്ടിന്റെ റെഡ്യൂസ് ലെവൽ, ഓരോ 100 മീറ്ററിലെ റെഡ്യൂസ് ലെവൽ എഴുതി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. പിന്നെ അവർ പറയുന്നത് റോഡിന്റെ ഫോർമേഷൻ, അതെന്ന് വെച്ചാൽ ഈ ഹൈറ്റുകളാണ്, ഈ ലൈനിന്റെ ഓരോ സ്ഥലത്തെ ഹൈറ്റുകൾ, ഓരോ 100 മീറ്ററിലെ ഹൈറ്റ് എങ്ങനെ മാറുന്നതെന്നുള്ളത്. അങ്ങനെയാണ് നമ്മളുടെ ട്രാൻസ്പോർട്ട് എഞ്ചിനീയേഴ്സ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് നമ്മൾ എഴുതണം. ശരിക്കും ഈ ഫിഗറും നമുക്ക് അവൈലബിൾ ആയിരിക്കില്ല, ഈ ടേബിൾ വെച്ച് തന്നെ എഴുതണം. അപ്പൊ ഫസ്റ്റ് 0 മീറ്ററിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്, റെഡ്യൂസ് ലെവൽ ഓഫ് ഫോർമേഷൻ 115 മീറ്റർ ആണ്. ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ 115 മീറ്റർ ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ 115 എന്നുള്ളത് ഇവിടെ എഴുതുക. ഇനി ആദ്യം നമ്മൾ 0 കിട്ടി. ഇനി 100 റോഡിന്റെ ഹൈറ്റ്, 100 മീറ്റർ എത്തുമ്പോൾ നമുക്ക് റോഡിന് വേണ്ട റിക്വയർഡ് ഹൈറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം. നമുക്ക് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ 1600 മീറ്റർ വരെ അപ്വേർഡ് ഗ്രേഡിയന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇല്ലേ. അപ്വേർഡ് ഗ്രേഡിയന്റ് 1:200 അപ് ടു 600 മീറ്റർ എന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പൊ 600 മീറ്റർ വരെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അപ്വേർഡ് ഗ്രേഡിയന്റ് ആണ്. ഗ്രേഡിയന്റിന് 1:200 ആണ്. ഇപ്പൊ 1:200 എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുക, 200 മീറ്റർ നമ്മൾ ഹൊറിസോണ്ടലി പോകുമ്പോൾ 1 മീറ്റർ വെർട്ടിക്കലി എന്താ ഹൈറ്റ് കൂടും. അങ്ങനെയാണ് 1:200 അപ്വേർഡ് ഗ്രേഡിയന്റ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നമ്മൾ നെക്സ്റ്റ് പോയിന്റ് എത്ര, 100 മീറ്ററിലാണ്. 200 മീറ്റർ പോകുമ്പോൾ 1 മീറ്റർ അപ്വേർഡ് നമുക്ക് ലെവൽ കൂടുമെങ്കിൽ 100 മീറ്റർ പോകുമ്പോൾ എത്ര കൂടും, 0.5 മീറ്റർ കൂടും. അപ്പൊ നമുക്ക് ഫസ്റ്റിലെ ഫോർമേഷൻ ലെങ്തേ അറിയുള്ളൂ, 0 മീറ്ററിലെ ഫോർമേഷനെ അറിയുള്ളൂ. അപ്പൊ 100 മീറ്ററിൽ എന്ത് എഴുതും, 115.5 എന്ന് എഴുതാം അല്ലെ. മനസ്സിലായോ?
ആ സർ മനസ്സിലായി. ഓക്കെ, അങ്ങനെ നമ്മൾ ഓരോ 100 മീറ്ററിലും 0.5 വെച്ച് വരും. കാര്യം എല്ലാത്തിലും ഗ്രേഡിയന്റ് സെയിം ആണ്. എവിടെ വരെ? 600 മീറ്റർ വരെ നമ്മുടെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്ന വരെ. അപ്പൊ അതുവരെ ഇങ്ങനെ 0.5 ഇങ്ങനെ ആഡ് ചെയ്ത് പോവാം മുന്നത്തെ വാല്യൂ നോക്കി. അപ്പൊ നമുക്ക് 600 മീറ്റർ എടുത്ത് 118 മീറ്റർ ഹൈറ്റ് കിട്ടും. ഇതാണ് നമ്മുടെ ഫോർമേഷന്റെ എന്ത് റോഡിന്റെ റിക്വയർഡ് ഹൈറ്റ്. അത് കഴിഞ്ഞ് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ 600 മീറ്റർ കഴിഞ്ഞ് എന്താണ് ഡൗൺവേർഡ് ഗ്രേഡിയന്റ് ആണ്. അത് പറഞ്ഞിരിക്കുന്നത് 1/400 ആണ്. അപ്പോൾ ഔട്ട്വേർഡ് ഗ്രേഡിയന്റ് വേറെയാണ്, ഡൗൺവേർഡ് ഗ്രേഡിയന്റ് വേറെയാണ്. 1/400 എന്ന് പറയുമ്പോൾ ഇത് സംഭവിക്കും 600 മീറ്റർ കഴിഞ്ഞാൽ ഓരോ 400 മീറ്ററിന് 1 മീറ്റർ താഴോട്ട് എന്താണ് ലെങ്ത് കുറയ്ക്കണം. അതാണ് ഡൗൺവേർഡ് ഗ്രേഡിയന്റ് ആണ് അല്ലെ. 600 മീറ്റർ കഴിഞ്ഞാൽ പിന്നെ ഡൗൺവേർഡ് ഗ്രേഡിയന്റ് ആണ്. അപ്പോൾ നമുക്ക് ഓരോ 100 മീറ്ററിലെ കണ്ടുപിടിക്കണം. അപ്പൊ 400 മീറ്റർ പോകുമ്പോൾ 1 മീറ്റർ ലെവൽ കുറയുമെങ്കിൽ ഓരോ 100 മീറ്റർ പോകുമ്പോൾ ലെവൽ എത്ര കുറയും? 1/4 അല്ലെ കുറയാം. അതായത് 0.25 മീറ്റർ ആണ് കുറയാം. അപ്പൊ നമുക്ക് 600 മീറ്ററിൽ കിട്ടിയെന്ന് 700 മീറ്ററിൽ കിട്ടണമെങ്കിൽ 0.25 കുറയ്ക്കുക. പിന്നെ അങ്ങനെ ഓരോ 100 മീറ്ററിലും 0.25 കുറച്ച് കൊണ്ടുവരിക. അങ്ങനെ നമുക്ക് ലാസ്റ്റ് ഒരു വാല്യൂ കിട്ടും 1200 മീറ്ററിൽ. ഇതാണ് നമ്മളുടെ റിക്വയർഡ് റോഡിന്റെ റെഡ്യൂസ് ലെവൽ വേണ്ടത്. നമ്മൾ ഗ്രൗണ്ടിന്റെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ക്വസ്റ്റ്യൻ ഒരു കാര്യം കൂടി കണ്ടുപിടിച്ചു. എന്താണ് നമ്മളുടെ റിക്വയർഡ് റോഡിന്റെ ഓരോ 100 മീറ്ററിലെ ഹൈറ്റ് അത് നമ്മൾ കണ്ടുപിടിച്ചു. നിലവിലുള്ള ഹൈറ്റ് ആണ് ഇത് ഗ്രൗണ്ടിന്റെ. അതിന്റെ മുകളിൽ ചിലപ്പോൾ നമ്മൾ മുകളിൽ പണിയേണ്ടി വരും, ചിലപ്പോൾ നമ്മൾ കട്ട് ചെയ്യേണ്ടി വരും. അപ്പൊ ഇത് നമ്മൾ കണ്ടുപിടിച്ചു. ഈ രണ്ട് കാര്യങ്ങൾ കണ്ടുപിടിച്ചു. എന്തൊക്കെയാണ്? ഡിസ്റ്റൻസ് മീറ്റർ, റെഡ്യൂസ് ലെവൽ ഓഫ് ഗ്രൗണ്ട്, അത് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. പിന്നെ ഫസ്റ്റത്തെ റെഡ്യൂസ് ഫോർമേഷൻ മാത്രം തന്നിട്ടുണ്ട്. അത് വെച്ച് ബാക്കി എല്ലാം നമ്മൾ കണ്ടുപിടിച്ചു ഗ്രേഡ് ചെയ്ത് തന്നിട്ടുള്ളതുകൊണ്ട് അല്ലെ. ഇതുവരെ ഓക്കെ അല്ലേ? ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് നമ്മളുടെ റോഡിന്റെ ഹൈറ്റും ഗ്രൗണ്ടിന്റെ ഹൈറ്റും നിലവിലുള്ള ഗ്രൗണ്ടിന്റെ ഹൈറ്റും കൂടി കമ്പയർ ചെയ്യാം. അപ്പൊ ഇവിടെ ഏതാണ് കൂടുതൽ? നമുക്കിത് കട്ടിംഗ് ആണോ ഇതാണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല കേട്ടോ. കാര്യം നമ്മൾ ആ ഫിഗർ വരച്ചുകൊണ്ടും കൺഫ്യൂസ് ആവരുത്. ഇതുവരെ നമുക്ക് കട്ടിംഗ് ആണോ ഇതാണെന്ന് മനസ്സിലായിട്ടില്ല. എപ്പോഴാണ് മനസ്സിലാകുന്നത്? നമ്മൾ ഈ റോഡിന്റെ ഹൈറ്റും ഗ്രൗണ്ട് ലെവലിന്റെ ഹൈറ്റും കൂടി കമ്പയർ ചെയ്യാം. റോഡിന്റെ ഹൈറ്റ് തന്നിരിക്കുന്നത് 115 മീറ്റർ ആണ്. ഗ്രൗണ്ടിന്റെ റെഡ്യൂസ് ലെവൽ തന്നിരിക്കുന്നത് 114.5 ആണ്. അപ്പൊ ഏതാണ് കൂടുതൽ? റോഡിന്റെ ഹൈറ്റ് അല്ലേ കൂടുതൽ. എത്ര വെച്ചാണ് കൂടുതൽ? 0.5. അത് മുകളിൽ എഴുതുക. ഹൈറ്റ് ഓഫ് ബാങ്ക് എന്ന് എഴുതുക. അതായത് ഹൈറ്റ് ഓഫ് ബാങ്ക് എന്ന് പറയുമ്പോൾ ഇവിടെ എന്ത് സംഭവിക്കണം? റോഡിന്റെ ഹൈറ്റ് റിക്വയർഡ് ഹൈറ്റിലേക്ക് എത്തണമെങ്കിൽ ഗ്രൗണ്ടിന് അതിന് ഒരു 0.5 മീറ്റർ നമ്മൾ മുകളിലേക്ക് നമ്മൾ മണ്ണിട്ട് വെക്കണം. സീറോയിൽ. അതേപോലെ 100ലും കമ്പയർ ചെയ്യാം. 100ലെ കമ്പയർ ചെയ്യുമ്പോൾ സംഭവിക്കുക അവിടെയും എന്താണ് സംഭവിക്കുന്നത് നോക്കിയേ. റോഡിന്റെ ഹൈറ്റ് തന്നെയാണ് കൂടുതൽ ഗ്രൗണ്ട് ഹൈറ്റിനേക്കാളും. അവിടെ നമ്മൾ അതിന്റെ ഡിഫറൻസ് എടുക്കുക. പക്ഷെ 100 എത്തുമ്പോൾ റോഡ് പൊക്കേണ്ടത് 0.75 മീറ്റർ ആണ്. അങ്ങനെ 200ലെ കണ്ടുപിടിക്കുക. 200ലെ ഇതിന്റെ ഡിഫറൻസ് എടുക്കുക. ഇതൊക്കെ ഇതിങ്ങനെ ആഡ് ചെയ്ത് വരുമ്പോൾ എല്ലാത്തിലും എന്താ സംഭവിക്കുന്നത് വെച്ചാല് നമ്മുടെ റോഡിന്റെ ഹൈറ്റ് ആയിരിക്കും കൂടുക. എവിടം വരെ എന്നത് കണ്ടുപിടിക്കുക. അപ്പൊ ഓരോ നിങ്ങൾ ചെയ്ത് വരുമ്പോൾ റോഡിന്റെ ഹൈറ്റ് കൂടുക, അതിന്റെ ഡിഫറൻസ് എടുത്ത് ഇവിടെ എഴുതുക. അങ്ങനെ പോയി. പക്ഷെ ഒരു പോയിന്റ് എത്തുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാല് നമ്മുടെ ഈ പർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ ഇത് ഈ ക്വസ്റ്റ്യനിൽ ആയതുകൊണ്ടാണ് ചില അവസരങ്ങളിൽ മാറും. അന്നേരം ഞാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് വേറൊരു ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. അന്നേരം ഞാൻ പറഞ്ഞുതരാം. ഈ ക്വസ്റ്റ്യനിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാല് 600 മീറ്റർ എത്തുമ്പോൾ കറക്റ്റ് എന്ത് സംഭവിക്കുന്നുണ്ട്? നമ്മുടെ ഗ്രൗണ്ടിന്റെ ഹൈറ്റും റോഡിന്റെ ഹൈറ്റും കൂടി നമ്മൾ കോയിൻസൈഡ് ആവുന്നുണ്ട്. രണ്ട് സെയിം ആണ്. ഓക്കെ, അപ്പൊ അത് എഴുതി. ചില അവസരങ്ങൾ ഇങ്ങനെ വരില്ല. അന്നേരം നമ്മൾ മാറ്റി എഴുതണം. അത് ഞാൻ എങ്ങനെയാണെന്നുള്ളത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ പറഞ്ഞുതരാം. ഇതിവിടെ ഈ ക്വസ്റ്റ്യനിൽ കോയിൻസിഡൻസ് ആയതുകൊണ്ട് വന്നതാണ്. നമ്മുടെ റോഡിന്റെ ഹൈറ്റും ഗ്രൗണ്ടിന്റെ ഹൈറ്റും അതുവരെ എഴുതി. പിന്നെ നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താ വെച്ചാല് റോഡിന്റെ അതായത് 700ാമത്തെ മീറ്ററിൽ നോക്കി ഇതിങ്ങനെ എല്ലാം നമ്മൾ ആഡ് എഴുതുക കേട്ടോ. ഡിഫറൻസ് നോക്കിയിട്ട് എഴുതുക. അങ്ങനെ 700 മീറ്റർ എത്തിയപ്പോൾ നമ്മൾ നോക്കി റോഡിന്റെ ഹൈറ്റ് എത്രയാണ്? 117.75 മീറ്റർ ആണ്. പക്ഷെ ഗ്രൗണ്ടിന്റെ ഹൈറ്റ് എത്രയാണ്? 118.25 ആണ്. അവിടെ എന്ത് സംഭവിക്കുന്നു? നമ്മളുടെ നിലവിൽ ഗ്രൗണ്ടിന്റെ ഹൈറ്റ് ആണ് കൂടുതൽ റോഡിനേക്കാളും. അപ്പൊ അവിടെ എന്ത് ചെയ്യുക? അവിടെ കട്ടിംഗ് ആണ് വരിക. ഇവിടെയൊക്കെ നമ്മൾ മണ്ണിട്ട് പൊക്കലാണ് ചെയ്തത്. കാര്യം എന്താണ്? റോഡിന്റെ ഹൈറ്റ് ആയിരുന്നു കൂടുതൽ ഗ്രൗണ്ടിനേക്കാളും. പക്ഷെ ഇവിടെ വരെ എത്തി. ഇവിടെ നിന്ന് മുതൽ എന്ത് സംഭവിച്ചു? റോഡിന്റെ ഹൈറ്റ് നമ്മുടെ ഗ്രൗണ്ടിനേക്കാളും കുറവായിട്ടാണ് വേണ്ടത്. അപ്പൊ അവിടെ കട്ടിങ് എഴുതാം. അതിന്റെ ഡിഫറൻസ് എഴുതിയിട്ട് ഇവിടെ എഴുതുക കട്ടിങ്. നെക്സ്റ്റ് പോയിന്റ് എഴുതുമ്പോൾ അവിടെ സംഭവിക്കുന്നത് സെയിം പോലെ തന്നെ. എന്താണ്? ഗ്രൗണ്ടിന്റെ ഹൈറ്റ് ആണ് കൂടുതൽ റോഡിന്റെ ഹൈറ്റിനേക്കാളും.
അപ്പൊ അവിടെ നമ്മൾ കട്ടിങ് ചെയ്യണം 0.6 ഇതിന് ഡിഫറൻസ്. അങ്ങനെ ഓരോരോ പോയിന്റിൽ എഴുതി നമ്മൾ 1200 വരെയുള്ള ഇതിന്റെ ഡിഫറൻസ് എഴുതാം. നമുക്ക് മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ ഒരു പോയിന്റ് വരെ നമുക്ക് കട്ടിങ് കിട്ടും, ഫില്ലിങ് കിട്ടും, അത് കഴിഞ്ഞ് നെക്സ്റ്റ് പോയിന്റ് ഫുള്ള് നമുക്ക് കട്ടിങ് കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ റോഡിന്റെ ഓരോ 100 മീറ്ററിലും എത്ര മീറ്റർ നമ്മൾ കട്ട് ചെയ്യണോ അല്ലെങ്കിൽ ഫില്ല് ചെയ്യണോ എന്നുള്ള ടേബിൾ നമുക്ക് കിട്ടുന്നത്. ഇത് മനസ്സിലായോ? ആ സാർ ഇത് മനസ്സിലായി. അത് കഴിഞ്ഞിട്ട് ഇതിന്റെ മേലത്തെ ഒരു സാധനം ഇല്ലേ, ഏതാ? ഇതാണോ? അതിന്റെ മേലെ ഒരു വലിയ ഫിഗർ വരച്ച അത് നമ്മൾ ഇത് നിങ്ങൾ വരക്കണ്ട? വരക്കണ്ട, ഇത് നിങ്ങൾ വരക്കണം. ഇത് നിങ്ങൾക്ക് ഒരു കുറച്ചുകൂടി എക്സ്പ്ലനേഷൻ തരാൻ വേണ്ടി. ഇപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റിനൊന്നും ഇത് വരച്ചിട്ടുണ്ടാവില്ല, നിങ്ങൾ വരയ്ക്കാൻ നിൽക്കേണ്ടത്. ആ അപ്പൊ നമ്മള് താഴത്തെ ഈ പെട്ടിയില്ല മാത്രം വരച്ചാൽ മതി അല്ലേ? ഇത് മാത്രം ചെയ്താൽ മതി. ശരിക്കും ഇതിൽ നിന്നാണ് ഇത് ഡിറൈവ് ആവുന്നത്, മനസ്സിലായി? ഇത് ശരിക്കും നിങ്ങൾക്ക് ഒരു ഗ്രാഫ് ഒക്കെ കയ്യിലുണ്ടെങ്കിൽ കറക്റ്റ് ആ ഗ്രാഫ് ഒക്കെ നോക്കിയിട്ട് ഒരു റെഡ്യൂസ് ലെവലിൽ നിന്ന് കൊടുത്തിട്ട് ഓരോന്ന് ഗ്രാഫ് ഒക്കെ വരച്ച് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് നമ്മളിപ്പോ ഈക്വൽ ഡിസ്റ്റന്റ് ആയിട്ട് തന്നെ വരക്കണം ഇപ്പൊ എക്സാമിനെല്ലാം എഴുതുന്നുണ്ടെങ്കിൽ. ഈക്വൽ ഡിസ്റ്റൻസ് പറയുമ്പോൾ 100, 100 അങ്ങനെയാ? അല്ല അങ്ങനെയല്ല, നമ്മളിപ്പം വരക്കുന്ന വെട്ടിയല്ലോ. അല്ല, അതൊക്കെ ജസ്റ്റ് നിങ്ങൾ ഒരു ലൈൻ പോലെ ഉള്ളൂ, മനസ്സിലായോ? അത് ഇതേപോലെ തന്നെ എഴുതൊന്നും വേണ്ട, നിങ്ങൾക്ക് എങ്ങനെയാണ് കംഫർട്ടബിൾ ആ ഒരു രീതി എഴുതിയാൽ മതി. ചിലപ്പോഴൊക്കെ ഈ ഇങ്ങനെ ടേബിൾ പോലും വേണ്ട, ഇത് നിങ്ങൾക്ക് ഒരു കുറച്ചും കൂടി പെട്ടെന്ന് ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ചിലപ്പോൾ നമുക്ക് കുറച്ചും കൂടി നിങ്ങൾക്ക് ഇങ്ങനെ പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ടേബിൾ ഉണ്ടാക്കി ഡയറക്റ്റ് ടേബിളിലേക്ക് ഇടാം. ഇത് നമ്മൾ ഓരോന്ന് ഡെപ്ത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിച്ചതേ ഉള്ളൂ. നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ടേബിളിലേക്ക് എഴുതുമ്പോൾ. അപ്പൊ എങ്ങനെയാണ് ഈ ഡെപ്ത് ഓഫ് കട്ടിംഗ് ആണോ ഹൈറ്റ് ഓഫ് ബാങ്ക്? കണ്ട ഇവിടെ ഹൈറ്റ് ഓഫ് ബാങ്ക്, ഡെപ്ത് ഓഫ് കട്ടിംഗ്, ഇത് രണ്ടും എങ്ങനെ എടുത്തത് മനസ്സിലായില്ലേ? സിമ്പിൾ അല്ലേ കാര്യം? ഓക്കെ, അപ്പൊ ആർക്കും ഡൗട്ട് ഇല്ല എന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ അങ്ങനെയാകുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാല് നമ്മൾ ടേബിൾ ഓഫ് ഫോമിലേക്ക് ആക്കാം. അപ്പൊ ഇവിടെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങൾ ഇതിനകത്ത് കുറച്ച് 2-3 ക്വസ്റ്റൻ ഒക്കെ ചെയ്ത് പ്രാക്ടീസ് ആയി വരുമ്പോൾ സംഭവിക്കുന്നത് ഡയറക്റ്റ് നിങ്ങൾക്ക് ആ വാല്യൂ നേരെ ടേബിളിലേക്ക് ഇടാം. ഇവിടെ നമ്മൾ ഇപ്പൊ എന്താ ചെയ്യുന്നത് വെച്ചാല് ഈ ക്വസ്റ്റന്റെ എർത്ത് വർക്കിൽ എഴുതുമ്പോൾ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എഴുതുക. ബി 10 മീറ്റർ, ഫോർമേഷന്റെ വിഡ്ത്ത് ബി എന്താന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. എന്താണ് ബി? ഇതാണ് നമ്മുടെ ഫോർമേഷൻ വിഡ്ത്ത്, ടോപ്പിലെ വിഡ്ത്ത്, റോഡിന്റെ മുകളിലെ വിഡ്ത്ത്, എന്താ പറയാ, ഷോൾഡർ ഒഴിവാക്കിയിട്ടുള്ള ഭാഗം എന്നല്ലേ പറയാ. ഷോൾഡർ ആണിത്, ഷോൾഡർ അല്ലാത്ത കാര്യങ്ങൾ ബി, അങ്ങനെ പറയുന്നത് ട്രാൻസ്പോർട്ടേഷനിൽ പറയുന്നുണ്ട്. പിന്നെ എസ് ഈക്വൽ ടു 2 ഫോർ ബാങ്കിങ്, അതായത് ബാങ്കിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫില്ല് ചെയ്യുന്ന ഭാഗത്ത് സൈഡ് സ്ലോപ്പ് 2 ആണ്, എസ് 2 ആണ്. അതാണ് നമ്മുടെ എസ് ഈക്വൽ ടു 1 എസ് 2 ആണ്. കട്ടിങ്ങിൽ എന്താ വരിക എന്ന് വെച്ചാൽ 1.5 ആണ്. അതായത് ഫില്ലിങ്ങിലും കട്ടിങ്ങിലും മാറ്റം ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ഇതെന്താ മനസ്സിലായില്ലേ? എസ് സൈഡ് സ്ലോപ്പും ബിയും മനസ്സിലായില്ലേ എന്താന്നുള്ള കാര്യം? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, അപ്പൊ ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ടേബിൾ ഫോമിലേക്ക് എഴുതാം. അപ്പൊ ടേബിൾ ഫോമിലേക്ക് എഴുതുമ്പോൾ ഡയറക്റ്റ് നിങ്ങൾക്ക് ടേബിളിലേക്ക് എഴുതാം. പക്ഷെ നേരത്തെ പറഞ്ഞ കുറച്ചും കൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് അങ്ങനെ ഡയറക്റ്റ് ഞാൻ പറഞ്ഞ പ്രാക്ടീസ് ചെയ്ത് കുറച്ചും കൂടി ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ടേബിളിലേക്ക് എഴുതാൻ കഴിയും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓരോ സ്റ്റേഷൻ എഴുതാം. സ്റ്റേഷൻ 0, 1, 2, 3 അങ്ങനെ പല സ്റ്റേഷൻസ് ഉണ്ടാവും. അപ്പൊ നമ്മളുടെ അവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് എഴുതാം. അങ്ങനെയാണ് ക്വസ്റ്റിന് പറഞ്ഞിരിക്കുന്നത്. 0, 100, 200, 300, 400, 500 അങ്ങനെ 1000, 1100, 1200 വരെ. അങ്ങനെ നമ്മൾ ഓരോ കിലോമീറ്റർ ഇങ്ങനെ എഴുതി വെക്കുക. മീറ്ററിൽ എഴുതുക, കിലോമീറ്റർ എഴുതുക, നിങ്ങളുടെ ഇഷ്ടം. മീറ്ററിലാണ് എളുപ്പം, മീറ്ററിൽ ആണ് എഴുതുന്നതാണ് നല്ലത്. കാര്യം എന്താ വെച്ചാൽ നിങ്ങൾക്ക് ലാസ്റ്റ് ക്വാണ്ടിറ്റി ഒക്കെ മീറ്റർ ക്യൂബിലൊക്കെയാണ് പറയേണ്ടത്. അപ്പൊ എല്ലാം മീറ്ററിൽ അങ്ങ് എഴുതാം. എന്നിട്ട് പിന്നെ എന്താ ചെയ്യുക, ഹൈറ്റ് ഓർ ഡെപ്ത് ഡിഫറൻസ് ഓഫ് ഗ്രൗണ്ട് ലെവൽ ആൻഡ് ഫോർമേഷൻ ലെവൽ. അതായത് നമ്മളുടെ ഗ്രൗണ്ട് ലെവൽ നിലവിലുള്ള അവസ്ഥയും നമ്മളുടെ റോഡിന്റെ റെഡ്യൂസ് ലെവൽ തമ്മിലുള്ള ഹൈറ്റിന്റെ ഡിഫറൻസ് അത് എഴുതുക. അത് ചിലപ്പം എന്ത് സംഭവിക്കാം, അതാണ് നമ്മൾ ടേബിളിന് മുകളിൽ കണ്ടുപിടിച്ചത്. എവിടെയൊക്കെ ബാങ്കിങ് വരുന്നുണ്ടോ, അതായത് നമ്മൾ എവിടെയൊക്കെ നമ്മൾ ഫില്ല് ചെയ്യുന്നുണ്ടോ അതൊക്കെ നമ്മൾ പോസിറ്റീവായിട്ട് എഴുതുക. ആ ഡിഫറൻസ് വാല്യൂ, ഈ വാല്യൂ തന്നെ എഴുതിയിരിക്കുന്നത്. 0-ൽ 0.5 മീറ്റർ നമ്മൾ കെട്ടിപ്പോക്കണം, 100-ൽ 0.75 മീറ്റർ നമ്മൾ കെട്ടിപ്പോക്കണം, 200-ൽ 0.75 മീറ്റർ കെട്ടിപ്പോക്കണം. അങ്ങനെ എഴുതുക. എന്നിട്ട് 600 മീറ്റർ എത്തുമ്പോൾ എന്ത് സംഭവിക്കുന്ന വെച്ചാൽ കോയിൻസിഡൻസി ആയിട്ട് ഇവിടെ നമ്മുടെ ഈ പർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ ആണ് അത് 0 വരുന്നത് കേട്ടോ. അങ്ങനെ എപ്പോഴും വരണമെന്നില്ല. പിന്നെ 700-ൽ എന്ത് സംഭവിക്കാം, 700-ൽ കട്ടിംഗ് ആണ് വരുന്നത്. അപ്പൊ ഇതൊക്കെ നെഗറ്റീവ് ആയിട്ട് എഴുതാം. അപ്പൊ കട്ടിങ് വരുമ്പോൾ -0.5 നമ്മൾ എന്ത് ചെയ്യണം, അവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റണം ഗ്രൗണ്ട് ലെവലിൽ. കാര്യം അവിടെ ഗ്രൗണ്ടിന്റെ ഹൈറ്റ് ആണ് റോഡിന്റെ ഹൈറ്റിനേക്കാളും കൂടുതൽ വരുന്നത്. അങ്ങനെ ഓരോ സ്ഥലത്തെ എഴുതി വെക്കാം. നമുക്ക് നേരത്തെ വാല്യൂ കിട്ടിയ വാല്യൂ അതേപോലെ തന്നെ നമ്മൾ എഴുതി വെക്കാം.
അത് കഴിഞ്ഞ് പിന്നെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ മീൻ ഡെപ്ത് എടുക്കുക. നമ്മളിവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുല എന്ന് പറഞ്ഞാൽ മീൻ ഏരിയ ഫോർമുല എന്നൊരു ഫോർമുലയാണ് നമ്മൾ പറയുന്നത്. ആ ഫോർമുലയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ കമ്പയർ ചെയ്യുന്ന എന്തായിട്ടായിരിക്കും എന്ന് വെച്ചാൽ മിഡ് സെക്ഷൻ ഏരിയ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കിയത് 2 ട്രപ്പിസോയിഡിന്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ഓരോ പോയിന്റിലും ഓരോ ട്രപ്പിസോഡുകളുണ്ട്. മനസ്സിലായില്ലേ? അതായത് ഞാൻ വരച്ചു തരുന്ന വെച്ചാൽ ഇപ്പം 0-ൽ നമുക്ക് ഇങ്ങനെ ഒരു ട്രപ്പിസോഡ് കിട്ടി, 100-ൽ ഇങ്ങനെ വേറൊരു ട്രപ്പിസോഡ് ഉണ്ട്, 200-ൽ വേറൊരു ട്രപ്പിസോഡ് ഉണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ 2 ട്രപ്പിസോഡൊക്കെ എടുത്തിട്ട് അതിന്റെ മീൻ ഡെപ്ത് കണ്ടുപിടിച്ച് നടുവിലുള്ള ഏരിയ കണ്ടുപിടിക്കുക. അങ്ങനെ രണ്ടെണ്ണത്തിന്റെ അങ്ങനെയാണ് പോകുന്നത്. അങ്ങനെ രണ്ടെണ്ണത്തിന്റെ തമ്മിലുള്ള ലെങ്ത്തുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് അങ്ങനെയാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത്. മനസ്സിലാക്കുക. ഇത് നമ്മൾ ലാസ്റ്റ് ജോയിൻ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പം ഓരോ 0, 100, 200, 300 എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഓരോ ട്രപ്പിസോഡുകളുണ്ട് നമുക്ക്. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അത് നോക്കണ്ട, ഈ ടേബിൾ നോക്കിയാൽ മതി. അപ്പൊ അതിനകത്ത് മീൻ ഡെപ്ത് നെക്സ്റ്റ് എഴുതുക. മീൻ ഡെപ്ത് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഫസ്റ്റത്തെ നമ്മളുടെ ഹൈറ്റ് എത്ര ആണ് നമ്മൾ കെട്ടിപ്പോക്കേണ്ടത്, സെക്കൻഡ് പോയിന്റിൽ എത്രയാണ് കെട്ടിപ്പോക്കാൻ നമ്മളുടെ മീനാണ്. അപ്പൊ ആദ്യത്തിലെല്ലാം ഒന്നും എഴുതണ്ട. കാര്യം 0 പോയിന്റിൽ ബാങ്കിങ് കട്ടിങ് ഒന്നും വേണ്ട. കാര്യം എന്താണ്, അത് നമ്മളൊരു പോയിന്റ് ആയിട്ടാണ് എടുക്കുക. നമ്മൾ വോളിയം ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ സെക്കൻഡ് പോയിന്റ്, അതായത് സ്റ്റേഷൻ 1-ലെ 0.75 കെട്ടിപ്പോക്കണം, സ്റ്റേഷൻ 0-ല് 0.5 കെട്ടിപ്പോക്കണം. ഇപ്പൊ നടുവിൽ എന്ത് വരണം എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ മീൻ എടുക്കുക. അതായത് ഈ 2 സ്റ്റേഷൻ 0 മീറ്ററിൽ 0.5 മീറ്റർ കെട്ടിപ്പോക്കണം, 100 മീറ്ററിൽ 0.75 മീറ്റർ കെട്ടിപ്പോക്കണം. അപ്പൊ അതിന്റെ മീൻ ഇവിടെ എഴുതുക. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, ഓരോ പോയിന്റുകൾ തമ്മിലുള്ള മീൻ എഴുതുക. രണ്ടാമത്തെ 100 മീറ്ററിൽ 0.75 കെട്ടിപ്പോക്കണം, 200 മീറ്ററിൽ 0.75 കെട്ടിപ്പോക്കണം. അപ്പൊ അതിന്റെ മീൻ ഇവിടെ എഴുതുക 0.75. പിന്നെ 300 മീറ്ററിൽ 1.3 ആണ് നമ്മളെ ഹൈറ്റിൽ നമ്മൾ റോഡ് നമ്മൾക്ക് മണ്ണിട്ട് പൊക്കണം. 400 മീറ്ററിൽ 200 മീറ്ററിൽ 0.75, അതിന്റെ മീൻ ഇവിടെ എഴുതുക. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് ഡിവൈഡ് ബൈ 2 ആണ് ഈ മീൻ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അതായത് ഇതെന്ന് പറഞ്ഞാൽ 0.75 പ്ലസ് 0.5 എന്ത് വരും, 1.25 ഡിവൈഡ് ബൈ 2, അത് 0.625 വരും. അതേപോലെ നെക്സ്റ്റിൽ 0.75 പ്ലസ് 0.75 ഡിവൈഡ് ബൈ 2, 0.75. പിന്നെ മൂന്നാമത്തിൽ 1.3 പ്ലസ് 0.75 ഡിവൈഡ് ബൈ 2, 1.025. അങ്ങനെ എഴുതി പോവുക. അല്ലെങ്കിൽ പോസിറ്റീവ് എല്ലാം അങ്ങനെ എഴുതി പോവുക. ഓരോ തൊട്ട് മുന്നത്തെ വാല്യൂ നമ്മൾ കമ്പയർ ചെയ്യാം. ഇവിടെ എന്ത് ചെയ്യും, ഈ 600 മീറ്ററിൽ എന്ത് വരും, 0 പ്ലസ് 0.65 ഡിവൈഡ് ബൈ 2, 0.325 വന്നു. 700-ലോ 0.5. ഈ നെഗറ്റീവ് കൺസിഡർ ചെയ്യുന്നത്, നെഗറ്റീവ് ജസ്റ്റ് ഇൻഡിക്കേറ്റ് ചെയ്യാണ്. മനസ്സിലായോ? സൈൻ ജസ്റ്റ് ഇൻഡിക്കേറ്റ് കട്ടിങ്. ആ നെഗറ്റീവ് വാല്യൂ ന്യൂമറിക്കലി നമ്മൾ കൂട്ടില്ല. ഇവിടെ കട്ടിങ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് നെഗറ്റീവ് കൂട്ടുന്നത്. അപ്പം എഴുതുക, നമ്മളതിന്റെ മീൻ ഡെപ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 0.5 പ്ലസ് 0. നമ്മൾ ആ നെഗറ്റീവ് സൈൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന നേരത്തെ എടുക്കില്ല കേട്ടോ, ജസ്റ്റ് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. 0.5 പ്ലസ് 0 ഡിവൈഡ് ബൈ 2, 0.6 പ്ലസ് 0.5 ഡിവൈഡ് ബൈ 2, അങ്ങനെ മീൻ ഡെപ്ത് എഴുതുക. എന്നിട്ട് പിന്നെ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന നമ്മളുടെ ട്രപ്പിസോഡിന്റെ ഏരിയ ആണ്. ഇപ്പൊ നമുക്ക് എന്ത് കിട്ടിയെന്ന് വെച്ചാൽ, അങ്ങനെ വരച്ചു തരികയാണെങ്കിൽ, വരച്ച് കാണിക്കുകയാണെങ്കിൽ, ഇതാണ് നമ്മളുടെ 0 മീറ്റർ, 100 മീറ്റർ, 0, 100. അപ്പൊ നമുക്ക് കിട്ടിയത് ഇതിലൊരു ആദ്യത്തെ ഒരു ഹൈറ്റ് എന്താ, 0.5 അങ്ങോട്ട് വന്നു, നമ്മൾ കെട്ടിപ്പൊക്കേണ്ട ഹൈറ്റ്. രണ്ടാമത്തെ കെട്ടിപ്പൊക്കേണ്ട ഹൈറ്റ് 0.75 വന്നു അല്ലെ. അപ്പൊ നടുവിൽ എന്ത് വരും, 0.625 അല്ലേ വന്നേ, അത് കിട്ടി. അത് അതിന്റെ ആവറേജ്. അപ്പൊ ആ നടുവിലുള്ള ട്രപ്പിസോയിഡിന്റെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. അത് നമ്മൾ ആവറേജ് ആ ഹൈറ്റ് എടുത്തിട്ടുള്ള ട്രപ്പിസോയിഡ്, രണ്ടിന്റെ നടുവിൽ ഏകദേശം 50 മീറ്ററിലുള്ള ട്രപ്പിസോയിഡാണ് നമ്മൾ എടുത്തിട്ടാണ് ഇത് തമ്മിലുള്ള വോളിയം, ഇതിന്റെ ഇടയിലുള്ള വോളിയം നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ മീൻ ഡെപ്ത് എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും, 0.625 കിട്ടും അല്ലെ. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഇനി സെൻട്രൽ ഏരിയ എന്ന് പറയും. സെൻട്രൽ ഏരിയ B × D. നമ്മൾ ഇനിയുള്ള ട്രപ്പിസോഡിന്റെ ഏരിയ കാൽക്കുലേഷൻ ആണ്. വെരി സിമ്പിൾ കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം തന്നെ സെൻട്രൽ ഏരിയ ഡിവൈഡ് ചെയ്യും, പിന്നെ സൈഡിലെ ട്രയാങ്കിൾ ആയിട്ട് നമ്മൾ തന്നെ സെപ്പറേറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. അതായത് പറഞ്ഞു തരികയാണെങ്കിൽ നമ്മളിപ്പോ 50 മീറ്ററിലുള്ള ആണ് പറയുന്നത്. 50 മീറ്ററിലുള്ള നമുക്ക് കിട്ടിയ ആവറേജ് എടുത്തിട്ടുള്ള വാല്യൂ ഇതാണ് നമ്മളുടെ D എന്ന് പറഞ്ഞാൽ 0.625. ഇത് B. ഇത് നമുക്ക് ഇതിന്റെ സെൻട്രൽ ഏരിയ
ഈ നടുവിലുള്ള സെൻട്രൽ ഏരിയ ആണിത്. അതെന്ത് വരും? B × 0.625 ആണ് അതിന്റെ ഏരിയ അല്ലെ? മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ജസ്റ്റ് ട്രപ്പിസോഡിന്റെ ഏരിയ കണ്ടുപിടിക്കുക. ആ മീൻ എടുത്തിട്ട് ആ മീൻ ഡെപ്ത് വെച്ചിട്ടുള്ള ട്രപ്പിസോഡ് എടുത്തിട്ട് അതിന്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാം. എന്നിട്ട് B × D, അതായത് നമ്മുടെ സെൻട്രൽ ഏരിയ കിട്ടി. പിന്നെ ഏരിയ ഓഫ് സൈഡ്സ് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം. നമുക്ക് 2 സൈഡ്സ് ഉണ്ട്. ഒരു സൈഡിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ 0.5 SD² ആണ്. 2 സൈഡ് എന്ന് പറയുമ്പോൾ SD² ആണ്. അത് നമ്മുടെ ട്രപ്പിസോഡിന്റെ ഇക്വേഷൻ ആണ്. മനസ്സിലായോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടാവാൻ സാധ്യത വരും. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? അപ്പൊ നമ്മളിവിടെ ചെയ്യുന്നത് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാനാണ്. നമ്മൾ BD കണ്ടുപിടിച്ചു. പിന്നെ ഏരിയ ഓഫ് സൈഡ്സ് എന്ന് പറയുന്നത് ഈ സൈഡും നമ്മുടെ വലിയ ട്രപ്പിസോഡിന്റെ സെൻട്രൽ ഏരിയ ആണ് ഇത്, സൈഡ്സിന്റെ ഏരിയ ആണ് ഇത്. അപ്പൊ സെൻട്രൽ ഏരിയന്റെ എന്ന് പറഞ്ഞാൽ B × D ആണ്. D എന്ന് പറഞ്ഞാൽ D മീൻ ആണ് കേട്ടോ. പിന്നെ സൈഡ്സ് എന്ന് പറഞ്ഞാൽ S × D², D മീൻ സ്ക്വയർ. അപ്പൊ D എന്ന് പറഞ്ഞാൽ അതും D മീൻ തന്നെ. അങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്. നമ്മൾ ഇങ്ങനെ ഓരോന്നിന്റെ ഏരിയ കണ്ടുപിടിച്ചു. ഓരോന്നിന്റെ ആവറേജ് ആയിട്ടുള്ള ഏരിയ നമ്മൾ കണ്ടുപിടിച്ചു. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? ടോട്ടൽ ഏരിയ കണ്ടുപിടിക്കുക. അതായത് ഇപ്പം 50 മീറ്ററിലുള്ളതാണ് നമ്മൾ ചെയ്യുന്നത് ഇവിടെ ഫസ്റ്റ് ഈ ലൈനിൽ. അതായത് അതിന്റെ BD എന്ന് പറഞ്ഞാൽ 6.25 ആണ് സെൻട്രൽ ഏരിയ, നടുവിലുള്ള സ്ക്വയർ. സൈഡ്സ് 0.78 ആണ്. ടോട്ടൽ ഏരിയ 700 ആണ്. അപ്പൊ അതാണ് നമുക്ക് 0ക്കും 100 മീറ്ററിനും ആവറേജ് ആയിട്ടുള്ള ഹൈറ്റിന്റെ ട്രപ്പിസോഡിന്റെ ഏരിയ. ടോട്ടൽ ഏരിയ 7.03 മീറ്റർ സ്ക്വയർ ആണ്. അപ്പൊ 0ക്കും 100 മീറ്ററിന് ഇടയിൽ ഉള്ള വോളിയം കണ്ടുപിടിക്കണം. എന്ത് ചെയ്യണം? നമുക്ക് അതിന്റെ ഇടയിലുള്ള മീൻ ട്രപ്പിസോയിഡ് ഏരിയ കിട്ടിയിട്ടുണ്ട്. അതിനെ അവർ തമ്മിലുള്ള ലെങ്ത് തൊട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ആ ലെങ്ത് ആണ് ഇത് 100. അതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 7.03 ആണ് BD + SD² കിട്ടുക. അതായത് നമ്മളുടെ ട്രപ്പിസോഡിന്റെ ഏരിയ. ആ ഏരിയ നമ്മൾ 100 അവർ തമ്മിലുള്ള ലെങ്ത് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 100 × 7.03 703 മീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞു കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ 0ക്കും 100ന്റെ ഇടയിൽ എത്ര വോളിയം ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്നത്. ഒരു സിമ്പിൾ മാത്സ് ആണ്, നിങ്ങൾ ആലോചിച്ചാൽ കിട്ടും. അതേപോലെ തന്നെ ഓരോന്നിന്റെയും 100ന്റെ 200ന്റെ മീറ്ററിൽ എത്ര വോളിയം ഉണ്ടെന്ന് കണ്ടുപിടിക്കുക. അത് നമുക്ക് 863 കിട്ടും. എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ നമ്മളെ മീൻ ഡെപ്ത് വെച്ചുള്ള ട്രപ്പിസോഡിന്റെ ഏരിയ കണ്ടുപിടിക്കുക. ഇതാണ് നമ്മുടെ മീൻ ഡെപ്ത്. BD ഈ 2 ഇക്വേഷൻ ഇട്ടിട്ട് നമ്മൾ മീൻ ഡെപ്തിലുള്ള ട്രപ്പിസോഡിന്റെ ഏരിയ കണ്ടുപിടിക്കുക. അതിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 100ന്റെ 200ന്റെ ഇടയിലുള്ള വോളിയം കിട്ടും. എത്രയാണ് നമ്മുടെ ഫില്ലിങ്, ബാങ്കിങ്. ഇതൊക്കെ ബാങ്കിങ് ആണ്. കാര്യം എന്താണ്? ഇതൊക്കെ ബാങ്കിങ് ആണ് വരാൻ കാര്യം നമ്മളുടെ ഈ ഏരിയ ഒക്കെ നമ്മളുടെ റോഡിനാണ് ഹൈറ്റ് കൂടുതൽ വേണ്ടത് ഗ്രൗണ്ട് ലെവലിനേക്കാളും. അങ്ങനെ നമ്മൾ ഓരോന്നിനെ കണ്ടുപിടിക്കുക. 600 വരെയുള്ള കണ്ടുപിടിക്കുക. 600 വരെയുള്ള എന്ന് പറയുമ്പോൾ ഇത് 500 മീറ്ററിന്റെ 600 മീറ്ററിന്റെ ഇടയിൽ വരുന്ന വോളിയം ഓഫ് ഫില്ലിങ്. അതാണ് നമുക്ക് 346 കിട്ടിയത്. പിന്നെ ചെയ്യേണ്ടത് വെച്ചാൽ 600ന്റെ 700ന്റെ മീറ്ററിന് ഇടയിലുള്ളത് ആണ് 259. അങ്ങനെ 700ന്റെ 800ന്റെയും 600 700 259, 700ന്റെ 800 595. അപ്പൊ എല്ലാത്തിനും സെയിം പ്രൊസീജിയർ ആണ്. നമ്മൾ അവരെ നടുവിലുള്ള മീൻ ഡെപ്ത് എടുക്കുക. നമുക്ക് ഓരോ 100 മീറ്ററിലുള്ള ട്രപ്പിസോയിഡിന്റെ ഡെപ്ത് അറിയാം നമുക്ക്. അതാണ് നമ്മളെ കട്ടിങ്ങോ അതൊക്കെ വരുന്നത്. അപ്പൊ മീൻ ഡെപ്ത് എഴുതുക. കട്ടിങ്ങോ ഫില്ലിങ്ങോ ആയിട്ടുള്ള ഡെപ്ത്, അതാണ് നമ്മുടെ മീൻ ഡെപ്ത്. അത് കണ്ടുപിടിച്ചിട്ട് അത് വെച്ചിട്ടുള്ള ട്രപ്പിസോഡിന്റെ ഏരിയ കണ്ടുപിടിക്കുക. അവർ രണ്ടുപേരുടെ നടുവിലുള്ള 700ന്റെ 800 മീറ്ററിന്റെ ഡിഫറൻസ് 100 മീറ്റർ ആണ്. അതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് വോളിയം കിട്ടും അതിന്റെ ഇടയിലുള്ള. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെ ബാങ്കിങ് ആണ്. ബാങ്കിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ കെട്ടിപ്പൊക്കാണ്, മണ്ണിട്ട് പൊക്കാണ്. ഇവിടെ നമ്മൾ അത് കട്ട് ചെയ്ത് കളയാണ്. മനസ്സിലായോ? ഇതാണ് രണ്ടിന്റെ ഡിഫറൻസ്. അത് കട്ട് ചെയ്ത് കളയുമ്പോൾ ഇങ്ങനെയാണ് വരിക. കട്ട് ചെയ്ത് കളയുമ്പോൾ വരുന്നത് ഇങ്ങനെയാണ് വരിക അല്ലെ? ഇങ്ങനെ റോഡ് ഉണ്ടാവും, ഇങ്ങനെ റോഡ് ഉണ്ടാവും. ഇതാണ് നമ്മളുടെ കെട്ടിപ്പൊക്കുന്നത്. അതാണ് നമ്മളുടെ 2:1. ഈ നമ്മൾ കട്ടിങ്ങിൽ വരുന്നത് 1.5:1. ഇങ്ങനെയാണ് സംഭവം വരുന്നത്. ഇതിന്റെ സൈഡ് സ്ലോപ്പിന്റെ കാര്യമാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെയാണ് നമ്മളുടെ 2 ട്രപ്പിസോഡുകൾ വരുന്നത്. അത് വെച്ച് നമ്മൾ ഓരോന്നിന്റെ കട്ടിങ്ങിന്റെ ഇത് എഴുതുക. എന്നിട്ട് ഓരോ ടോട്ടൽ കട്ടിങ് എഴുതുക.
ടോട്ടൽ ബാങ്കിങ് എഴുതുക, ടോട്ടൽ കട്ടിങ് എഴുതുക. എന്നിട്ട് നമ്മൾ അബ്സ്ട്രാക്ട് എഴുതുക. അബ്സ്ട്രാക്ട് എന്ന് പറഞ്ഞാൽ എർത്ത് വർക്കിംഗ് ഫില്ലിംഗ്. ഫില്ലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തുനിന്ന് മണ്ണ് കൊണ്ടുവന്നിട്ട് നമ്മൾ ഫില്ല് ചെയ്യണം. അപ്പോൾ അതിന്റെ റേറ്റ് എഴുതുക, കോസ്റ്റ് എഴുതുക. എർത്ത് വർക്കിംഗ് കട്ടിങ് എന്ന് പറഞ്ഞാൽ നമ്മളവിടെ JCB ഉപയോഗിച്ചോ എന്തെങ്കിലും വെച്ച് ഉപയോഗിച്ചാൽ നമ്മൾ കട്ടിങ് എഴുതണം. അതിന്റെ റേറ്റ് ഉണ്ടാവും, ആ റേറ്റ് എഴുതുക. പിന്നെ 5%, 3% കണ്ടിജൻസി, 2% വർക്ക് ചാർജ് എസ്റ്റാബ്ലിഷ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടാണ് നമ്മൾ ടോട്ടൽ എസ്റ്റിമേറ്റ് നടത്തുന്നത്. ഈ ക്വസ്റ്റിന്റെ ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായോ എന്നാണ് എനിക്ക് അറിയേണ്ടത്. ആർക്കെങ്കിലും മനസ്സിലാകത്തായിട്ടുണ്ടോ? കഴിഞ്ഞ 2 വട്ടം ചോദിച്ച ക്വസ്റ്റൻ ആണ് കേട്ടോ. അത് വളരെ സിമ്പിൾ ആണ്. നിങ്ങൾക്ക് കൺസെപ്റ്റ് മനസ്സിലായാൽ വളരെ സിമ്പിൾ ആയിട്ട് എഴുതാൻ കഴിയും. എല്ലാവർക്കും മനസ്സിലായോ? ഗോപിക്ക് മനസ്സിലായോ? സർ മനസ്സിലായി. ആർക്കെങ്കിലും മനസ്സിലാകത്തുണ്ടോ? സാന്ദ്ര മനസ്സിലായോ? സാന്ദ്ര മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ, മനസ്സിലായി. ഓക്കെ. കൃഷ്ണബി കേൾക്കുന്നുണ്ട്? കൃഷ്ണബി മനസ്സിലായി. ഓക്കെ. ആർക്കെങ്കിലും മനസ്സിലാവാത്തവരുണ്ടോ? ഞാൻ കുറെ പേരുടെ പേര് ഞാൻ വിളിച്ചിട്ടില്ല ഇതുവരെ. നന്ദകൃഷ്ണ ഉണ്ടോ? സോ നമ്മുടെ ഞാൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. ആർക്കും മനസ്സിലാവാതുണ്ടെങ്കിൽ എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി. ഒന്നും കൂടി ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാം. സോ അക്ഷയ്ക്ക് മനസ്സിലായി? അക്ഷയ് MV മനസ്സിലായല്ലോ അല്ലെ? സാറേ മനസ്സിലായി. ഓക്കെ, ഇത് ഇങ്ങനെ തന്നെയാണ് ക്വസ്റ്റ്യൻ വരിക. ഇതിനകത്ത് ഇനി വേറൊരു ടൈപ്പിൽ ക്വസ്റ്റ്യൻ വരാനുള്ളതെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ചെറുതായിട്ടൊരു എളുപ്പമാവും കാര്യം. നമുക്ക് ഇവിടെ 600 മീറ്ററിൽ രണ്ടും കൂടി കോയിൻസൈഡ് ചെയ്യുന്നതാണ്. നമ്മളുടെ റിക്വയർഡ് റോഡിന്റെ ഹൈറ്റും നമ്മുടെ ഗ്രൗണ്ട് ലെവലിന്റെ ഹൈറ്റും കൂടി കോയിൻസൈഡ് ചെയ്തു. അപ്പൊ ഇതിന്റെ കൂടെ തന്നെ ഞാൻ വേറെ ക്വസ്റ്റ്യൻ ചേർത്തിട്ടുണ്ട്. അതിനകത്ത് കോയിൻസൈഡ് ചെയ്യാത്ത അവസരങ്ങളിൽ ചെറിയൊരു സ്റ്റെപ്പും കൂടി കൂടും, അത്രേ ഉള്ളൂ. അപ്പൊ മനസ്സിലാക്കുക, ഇതാണ് നമ്മളുടെ ബേസിക് കാര്യങ്ങൾ. അപ്പൊ ഞാൻ നിങ്ങളുടെ അറ്റൻഡൻസ് എടുക്കാൻ പോവാണ്. സോ എല്ലാവർക്കും മനസ്സിലായെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ